പോലീസ് മനഃപൂർവ്വം ഇവനെ അടിച്ചു കൊന്നതാണോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കാരണം അവൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്ന് അതിൽ പറയുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ കേവലം 4 പോലീസുകാരെയും ഒരു SIയെയും മാത്രം പ്രതിയാക്കിയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോഴും CBI അന്വേഷിച്ചപ്പോഴും ആ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നല്ല പങ്കുണ്ട്. പ്രധാനമായിട്ട് ഈ ഡാൻസ് ഓഫ് സംഘത്തെ നിയന്ത്രിക്കുന്നത് അന്നത്തെ SP ആയിരുന്ന സുജിത് ദാസ് IPS ആണ്. അതുപോലെ തന്നെ അന്നത്തെ താനൂർ DYSP VV ബെന്നി, അതേപോലെ അവിടുത്തെ SHO ആയിരുന്ന ജീവൻ ജോർജ്, അതേപോലെ തന്നെ ഷൈൻ ഷാ, അന്ന് താൽക്കാലിക ചുമതലയിലുള്ള ഷൈൻ ഷാ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പ്രതികളായി വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന സംഗതി. അതേപോലെ തന്നെ ഇപ്പോൾ ഈ തിരൂരങ്ങാടി CI ശ്രീനിവാസനാണ് ഈ മാസ്റ്റർ തയ്യാറാക്കുന്നത്. സ്വാഭാവികമായിട്ടും കൃഷ്ണലാൽ വഹിച്ച അതേ പങ്ക് ഈ ശ്രീനിവാസനും വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിപട്ടിക വരുമ്പോൾ ഈ 5 പേരിൽ മാത്രം ഒതുങ്ങുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് ഈ സംഗതി എത്തുന്നേയില്ല. 5 മണിക്ക് ചേളാരിയിൽ വെച്ച് ഈ താമിർ ജിഫ്രി ഉൾപ്പെടെയുള്ള 12 പേരെ ഈ ഡാൻസ് ഓഫ് സംഘം അറസ്റ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഡാൻസ് ഓഫ് സംഘത്തിന് ഒരാളെയും പിടികൂടാനുള്ള അധികാരമില്ല. അവർക്ക് ഒരു SIൻ്റെ SIൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഡാൻസ് ഓഫ് സംഘം 5 മണിക്ക് അറസ്റ്റ് ചെയ്യുന്നത് ചേളാരി എന്ന് പറയുന്നത് തേഞ്ചിപ്പലം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയാണ്. പിന്നീട് പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷൻ വരുന്നുണ്ട്, തിരൂരങ്ങാടി സ്റ്റേഷൻ വരുന്നുണ്ട്, അതും കഴിഞ്ഞ് ആണ് താനൂർ. ഈ 3 പോലീസ് സ്റ്റേഷൻ മറികടന്ന് താനൂരിലേക്ക് കൊണ്ടുപോയത് ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് കൃത്യമായി അന്വേഷണത്തിന് വിധേയമാക്കണം. ഞങ്ങൾക്ക് പ്രധാന സംശയം എന്താ വെച്ചാൽ ഈ 12 പേരിൽ ഇവനെ ചോദ്യം ചെയ്തപ്പോൾ ഇവൻ ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട എന്തോ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് മനഃപൂർവ്വം ഇവനെ അടിച്ചു കൊന്നതാണോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കാരണം അവൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്ന് അതിൽ പറയുന്നുണ്ട്. 12:45 വരെ 2:45 വരെ താനൂർ സ്റ്റേഷനിലേക്ക് ഈ പ്രതിയെ അല്ലെങ്കിൽ ഇവരെ കൊണ്ടുവരുന്നില്ല, താമിർ ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവരുന്നില്ല. 2:45 എത്തിയതിൻ്റെ ശേഷവും ഈ താമിർ കുഴഞ്ഞു വീഴുന്നതിൻ്റെ ശേഷമാണ് ഇവരെ സെല്ലിലേക്ക് മാറ്റുന്നത്. അതായത് ഇവരെ കൂടെയുള്ള ബാക്കിയുള്ളവരെ സെല്ലിലേക്ക്. അതൊക്കെ CCTV മീഡിയ 1 അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്ത CCTVയിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ അതുവരെ ഇവർ എവിടെയായിരുന്നു? ഇവർക്ക് എന്തായിരുന്നു സംഗതി? ഇവരെ ഈ തരത്തിൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ ആരാണ് ഇവർക്ക് നിർദ്ദേശം നൽകിയത്? ഇവരിൽ നിന്നും പിടിച്ചെടുത്ത ഈ MDMA കേസിൻ്റെ നടപടിക്രമങ്ങൾ എന്തായി? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ ബാക്കിയാണ്. ഇപ്പോൾ CBI അന്വേഷിക്കും. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ ഉന്നതരെ സംരക്ഷിച്ചത് കൊണ്ടാണ് CBI അന്വേഷണത്തിലേക്ക് വിട്ടത്. എന്നാൽ CBI അന്വേഷണത്തിലും അത് അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിൽ സമഗ്ര അന്വേഷണം വേണം. CBI ഡയറക്ടർക്കും ഈ വിഷയത്തിൽ ഞങ്ങൾ ഓരോ പോയിന്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CBI ഡയറക്ടർക്ക് കത്ത് നൽകിയിട്ടുള്ളത്. ആഭ്യന്തര വകുപ്പിനും അതോടൊപ്പം മുഖ്യമന്ത്രിക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഓരോ പോയിന്റ് ഇന്ന വിഷയങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായും അന്വേഷിക്കേണ്ടത്. ഇതിൽ ഇന്ന സംശയങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ UDF സർക്കാർ വന്നതിൻ്റെ ശേഷം ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള നിലക്ക് MDMAയുമായി ബന്ധപ്പെട്ട് വലിയ റെയ്ഡുകളാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ തന്നെ പെട്ടവർ ഈ MDMAയുടെ ഭാഗമാണോ, അല്ലെങ്കിൽ അവരുടെ മക്കൾ അങ്ങനെ ഭാഗമായിട്ടുണ്ടോ? ഈ താമിർ ജിഫ്രി അങ്ങനെ എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടോ? അതൊക്കെ സംശയമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഫേസ്ബുക്കിലും മറ്റൊക്കെ ഇടുന്ന ഓരോ പോസ്റ്റുകൾക്കടിയിലും അത്തരം സംശയങ്ങൾ പൊതുജനം തന്നെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല ചാനലുകളുടെയും ഈ കമൻറ്റ് ബോക്സുകളിൽ അത്തരം സംശയങ്ങൾ പൊതുജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു സമഗ്ര അന്വേഷണം വേണമെന്നാണ് യൂത്ത് ലീഗ് മുഖ്യമന്ത്രിയോടും ബന്ധപ്പെട്ടവരോടും ആവശ്യപ്പെട്ടിട്ടുള്ളത്.